ടീച്ചർ, നമ്മൾക്കറിയാം ഹിജാബ് കലാപം കർണാടകത്തിൽ അങ്ങോട്ട് കത്തി പടർന്ന സമയത്ത് നമ്മൾ എല്ലാവരും സംശയിച്ചതാണ്, എന്തിനാണ് ഈ കുട്ടികളെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പെൺകുട്ടികളെ വെച്ചുകൊണ്ട്, ആൺകുട്ടികളെ വെച്ചുകൊണ്ട്, കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവർ ഈ ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നത് എന്ന്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു SDP അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു കുട്ടി പിശാജ് വിളിച്ച, അങ്ങനെ തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട് ആ കുട്ടിയെ. ആ കുട്ടി വിളിച്ച മുദ്രാവാക്യം നമ്മൾ കേട്ടു, അവിലും മലനും കുന്തിരിക്കവും കരുതി വെച്ചോ, നിന്റെയൊക്കെ കാലന്മാരായി ഞങ്ങൾ ഇതാ നിന്നെയൊക്കെ തീർക്കാൻ വരുന്നു എന്നുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തോട്, സമൂഹത്തോട് ഒന്നടങ്കം വിളിച്ചു പറയും. ലോകം മുഴുവൻ അത് കണ്ടു. ഇന്നിപ്പോൾ ഇതാ കേരളത്തിലും കർണാടകയെ തന്നെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ ഈ ഇപ്പൊ മദ്രസകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പല പ്രതികരണങ്ങളും നടത്തുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മൾ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഈ കലാപം ആസൂത്രണം ചെയ്യുന്ന ഇവരുടെ ആ ഒരു അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു തക്കിയ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ആസൂത്രണം, അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടും, പിന്നെ അതുപോലെ കെവിൻ പീറ്റർ സാറിനോടും അതുപോലെ RV ബാബു സാറിനോടും കൂടെ ഉള്ള ചോദ്യങ്ങൾ കൂടി ടീച്ചർക്ക് ചോദിക്കാനുള്ളതും കൂടെ കൂട്ടിച്ചേർക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം പുലിയാർ കാസിമി ഒരു പ്രസ്താവന ഇറക്കി. മക്കളെ, നമ്മൾ ഏതാണ്ട് ഭൂരിപക്ഷമായിട്ടുണ്ട് കേരളത്തിൽ കേട്ടോ. അത് ചില വിഷയങ്ങൾക്കുള്ള സൂചനയാണ്. അത് കഴിഞ്ഞ് 1 മാസം പോലും കഴിഞ്ഞില്ല, അപ്പോഴാണ് ഞങ്ങളെ വിദ്യാഭ്യാസപരമായി +1 സീറ്റ് തന്ന് ഞങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല കേരളത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായി ഒരു മലദ്വാർ സംസ്ഥാനം ഇങ്ങോട്ട് തന്നാല് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ആയിക്കോളാം. എത്ര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവര് പറഞ്ഞത് ചെറിയ കാര്യമല്ല. എത്ര രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിന്റെ മാറു പിളർക്കുന്ന സംഭവത്തിൽ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് നമ്മൾ കണ്ടു. എന്താ കാരണം? എതിരെ നിൽക്കുന്നവരുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും. നമ്മൾ ഇത്രയും ശതമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമ്മളുടെ മത അജണ്ടകൾ, നമ്മുടെ മതാധിപത്യമുണ്ടല്ലോ, അത് സ്ഥാപിക്കാനുള്ള സമയം ഏതാണ്ട് ആയിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെട്ട് പിന്മാറി പോകേണ്ടവരല്ല. ഇവിടെ നമുക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം പ്രധാനമായി മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നാണ്. എത്രമാത്രം മുസ്ലിം പ്രീണനമാണ് നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കൾ കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബാംഗ്ലൂരില് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കോളേജിലേക്ക് ഇറങ്ങുന്നു. ആ പെൺകുട്ടി പിന്നീട് പറയുന്നുണ്ട്, അന്നാദ്യമായിട്ടാണ് ഞാൻ ആ പർദ്ദയ്ക്കകത്ത് ഇറങ്ങി നിൽക്കുന്നത്, അന്നാദ്യമായിട്ടാണ് ഞാൻ ഹിജാബ് ധരിക്കുന്നത്, അന്നാദ്യമായിട്ടാണ് ഞാൻ മുഖം മറയ്ക്കുന്ന നിക്കാബ് എന്ന വസ്ത്രം ധരിക്കുന്നത്. ആ കുട്ടി വളരെ മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ പെൺകുട്ടിയാണ്. ആ കുട്ടി പിന്നീട് ആ കുട്ടിയുടെ ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വസ്ത്രത്തിലുള്ള ഒരുപാട് ഫോട്ടോസ് ആ പെൺകുട്ടിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എടുത്ത് പുറത്തിട്ടിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് വന്ന് പറയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അൽ-ഖ്വയ്ദയുടെ നേതാവ് നേരിട്ട് വിളിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് അനുമോദനം അറിയിക്കുകയാണ്. കാരണം അല്ലാഹു അക്ബർ എന്നുള്ള വലിയ ആശയം അവരവിടെ പ്രചരിപ്പിച്ചില്ലേ. ഇന്നലെ ജർമ്മനിയിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകളെ പിടിച്ച് പുറത്തിടാൻ ജർമ്മനി പുതിയ നിയമം പാസാക്കി. അതിനവരെ സഹായിച്ചത് നമ്മുടെ ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ ആണ്. എന്താണ് കാരണം? ഇവർക്ക് വേണ്ടതെല്ലാം നൽകി. ഒടുവിൽ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഇവർ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് വരുമ്പോൾ ചർച്ചിനകത്ത് മുഴുവനും അവരപ്പ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ അല്ലാഹു അക്ബർ എന്ന് അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നു. അവരെ കുർബാനയ്ക്ക് എങ്ങാണ്ട് കയറുന്ന ഒരു മന്ദിരമുണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് അവര് ചിന്തിച്ചത്, ഇവരേതാണ്ട് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമായി തുടങ്ങിയിട്ടുണ്ട്, ഇവരുടെ ക്രമേണയുള്ള ആ പുഴുക്കടി ഇവര് പുറത്തെടുത്തിട്ടുണ്ട്, ഇവരുടെ വട്ടച്ചൊറിയാണ്, ഇത് ചൊറിഞ്ഞു ഇവര് സുഖിച്ചോണ്ടേയിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് തടയിട്ടേ മതിയാകൂ എന്നവർ മനസ്സിലാക്കുന്നു. ഇവർ ഓരോരോ അജണ്ടകളാണ് ഓരോ സമയത്തും. ഒടുവില് ഇവിടെ സത്യധാര എന്ന് പറയുന്ന AP വിഭാഗത്തിന്റെ പിരിഞ്ഞു പോയൊരു വിഭാഗമുണ്ട്. അവരുടെ ഒരു മാസികയുടെ എഡിറ്റർ ഉണ്ട്, ഒരു അൻവർ സാദത്ത്. അദ്ദേഹം എഴുതുവാണ്, കേരളം പ്രത്യേകമായിട്ട് ഒരു സംസ്ഥാനമാക്കി മുസ്ലിങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിനകത്തൊരു തെറ്റ്? കണ്ടോ, ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. PFI എന്ന സംഘടന മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ മഹാജന സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവരുടെ സംഘടനയ്ക്കകത്തുണ്ട്.
ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നതാരാ? നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ. അവർക്ക് ഇവരെ വളർത്തിക്കൊണ്ട് വന്നേ മതിയാകൂ. കാരണം അവരുണ്ടെങ്കിലേ ഇവരുള്ളൂ. താഴെ CPM-ന്റെ ഓഫീസും മുകളിൽ PFI-യുടെ ഓഫീസും. കുഴപ്പമില്ല, അവരുടെ കൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാ മതി. അപ്പൊ ഈ കേരളക്കരയെ ഇവരെ ഒരു മതാധിപത്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെയുള്ള ഓരോരോ അജണ്ടകൾ വീതം നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അതിൽ ഇവർ കരുവാക്കുന്നതാണ് ഈ മുസ്ലിം പെൺകുട്ടികളെ. ഈ കുട്ടികൾ കോളേജുകളിൽ വരരുത് ഒന്നുകിൽ, അതല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഹോട്ടലുകളൊക്കെ എവിടെ പോയി? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നോൺ വെജ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഇന്ന് വെജിറ്റേറിയൻ ഹോട്ടലുകളായി മാറി. ആ വിഷയത്തിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് ബൈജുവിന്റെ പേരിൽ കേസ് വന്നത്. നമ്മളൊരു ഹോട്ടലിൽ പോയി പ്യൂർ വെജിറ്റേറിയൻ ആണ്, അതിനകത്ത് ആര്യ ഭവൻ എന്നൊക്കെ ആയിരിക്കും അതിന്റെ പേര്. ഗൂഗിൾ പേ ഇടുമ്പോൾ മുഹമ്മദ് യൂസഫ്. ഇതെങ്ങനെ വരുന്നു? ഇതെങ്ങനെ വരുന്നു? ഓരോരോ മേഖലകളായി ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ചിക്കൻ ആകട്ടെ, ബീഫ് ആകട്ടെ, മീനാകട്ടെ, ഓരോരോ മേഖലകൾ വീതം ഇവര് പിടിച്ചെടുത്ത് കണ്ണൂരിത ഹലാൽ ബാങ്ക് വന്നു. എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയം? പലിശരഹിത ബാങ്ക്. പോലീസില് മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേകമായിട്ടുള്ള സംവരണം. ഇന്ന് 30-35 വർഷം പുറകോട്ട് പോയാല് നമുക്കറിയാം ഇവിടെ ഗൾഫ് പണത്തിന്റെ ആധിക്യം നല്ല രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഓല കെട്ടിടങ്ങളായിരുന്ന പള്ളികളൊക്കെ ഇന്ന് ശീതീകരിച്ച വലിയ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളായി മാറിക്കഴിഞ്ഞു. എന്താണ് അതിന് കാരണം? ഇവർക്ക് ഇഷ്ടം പോലെ പണം വന്നിറങ്ങുന്നുണ്ട്. ആ പണത്തിന്റെ കൊഴുപ്പില് ഇവർക്ക് ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. എമ്പാടും. ഞാനും ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. മഞ്ചേരി എടവണ്ണ, അവിടെ BEd കോളേജ് ഉണ്ട്, ട്രെയിനിങ് കോളേജ് ഉണ്ട്, തഹസിസുൽ ഹദീസിന്റെ കോഴ്സ് ഉണ്ട്, തഹ്ഫീമുൽ ഖുർആന്റെ കോഴ്സ് ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്, അറബി കോളേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ കോളേജിൽ ഒരു 2-3 വർഷം മുമ്പ് 5 പെൺകുട്ടികള് ഞങ്ങൾക്ക് നിക്കാബ് ധരിക്കണം, ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം. അവിടെ പർദ്ദയും മക്കനമേ ഇടാൻ പറ്റും, മുഖം മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഇവരെ ഒരു കത്ത് കൊടുക്കുക. ആ കത്ത് വലിച്ചു കീറി 4ആയിട്ട് എറിഞ്ഞ അതിന്റെ സ്ഥാപകൻ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു, ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. അവിടെ ഇവര് പ്രതിഷേധിച്ചില്ല. ഏതോ ഒരു മാധ്യമം മാത്രം ചെറിയ രൂപത്തിൽ ഒരു കോളത്തിനകത്ത് ഒരു 5-ാമത്തെ 6-ാമത്തെ പേജിൽ കണ്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവര് പ്രതിഷേധിച്ചില്ല. കാരണം അവിടെ താടിയുള്ള അപ്പൂപ്പനാണ് ഇരിക്കുന്നത്, അവരെ പേടിക്കണം. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഇസ്ലാമിക മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും ഇവർ ഒരേപോലെ മതത്തെ കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? അല്ല. MESന്റെ സ്ഥാപനത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പൂജിക്കാൻ ഒരു റൂം അവർ കൊടുക്കുവോ? ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾ MESന്റെ സ്ഥാപനത്തിൽ ഇവർ കൊടുക്കുവോ? അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും സമരം ചെയ്യുമോ? നടക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാ രൂപത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർ അവരറിയുന്നില്ല അവര് ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്.